आज की हिंदी कक्षा में सबको स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദി വ്യാകരൺ, ഹിന്ദി ഗ്രാമർ. കഴിഞ്ഞ ഗ്രാമർ ക്ലാസ്സിൽ നാം ക്രിയ സ്റ്റാർട്ട് ചെയ്തു, അതായത് വെർബ്. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദത്തെയാണ് ക്രിയ എന്ന് പറയുന്നത്. ആന, ജാന, കർണ, ധവണ തുടങ്ങിയവയൊക്കെ ഓടുക, ചാടുക, എഴുതുക, പാടുക, കഴിക്കുക ഇതൊക്കെ ക്രിയയ്ക്ക് ഉദാഹരണങ്ങളാണ്. ക്രിയ ഒരു വികാരി ശബ്ദമാണ്. लिंग वचन कार्य के अनुसार परिवर्तन होता है. അതുപോലെ തന്നെ എന്താണ് ധാതു എന്ന് നമ്മൾ പഠിച്ചു. जिन मूल शब्दों से क्रियाएं बनती हैं उन्हें धातु कहते हैं. അതായത് ധാതുവിൽ നിന്നാണ് ക്രിയ ഉണ്ടാകുന്നത്. ഈ ധാതുവിൻ്റെ കൂടെ ന ചേർക്കുന്നതോടുകൂടിയാണ് നമ്മൾ ക്രിയാശബ്ദം പറയുന്നത്. ജैसे ഉദാഹരണമായിട്ട് പട് എന്ന് പറയുന്ന ധാതുവിൻ്റെ കൂടെ നമ്മൾ ന എന്ന പ്രത്യയം ചേർക്കുകയാണെങ്കിൽ നമുക്ക് പടുന എന്ന് കിട്ടി. അതുപോലെ ചട് പ്ലസ് ന, ചടുന. അപ്പോൾ ഈ പടുന എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ന ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് പട്, അതാണ് ധാതു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു വാക്യത്തിൽ കർത്താവ് ഉണ്ടാവും, കർമ്മം ഉണ്ടാവും, ക്രിയ ഉണ്ടാവും. അതിന് പ്രത്യേക സ്ഥാനം, ഇമ്പോർട്ടൻസ് അതിനകത്ത് ഉണ്ട്. ക്രിയ കെ കർണേ വാലോ കോ കർത്താ कहते हैं. പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അതിനെയാണ് കർത്താവ് എന്ന് അല്ലെങ്കിൽ കർത്ത എന്ന് പറയുന്നത്. ക്രിയ का फल कर्ता से हटकर जिस पर पड़ता है उसे कर्म कहते हैं. ഈ ക്രിയ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആരെയാണോ ബാധിക്കുന്നത് അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. और उनके द्वारा होने वाले कार्य को क्रिया कहते हैं. പ്രവൃത്തി ചെയ്യുന്ന ആരാണോ അയാളെ കർത്താവെന്നും എന്തിനെയാണോ ബാധിക്കുന്നത് അതിനെ കർമ്മമെന്നും പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദത്തെ ക്രിയയെന്നും പറയുന്നു. ഒരു ഉദാഹരണം പറയാം. രാം പുസ്തക് പഠിത്താ ഹെ. ഇതിനകത്ത് രാം എന്ന് പറയുന്നത് കർത്താവും, പുസ്തക് എന്ന് പറയുന്നത് കർമ്മവും, പഠിത്താ ഹെ എന്ന് പറയുന്നത് ക്രിയയുമാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയയുടെ ഭേദങ്ങൾ പഠിച്ചു. ക്രിയയ്ക്ക് രണ്ട് ഭേദങ്ങളുണ്ട്, സകർമ്മക്, അകർമ്മക്. കർമ്മമുള്ളതിനെ സകർമ്മകെന്നും കർമ്മമില്ലാത്തതിനെ അകർമ്മകമെന്നും പറയുന്നു. നമ്മൾ ക്രിയയോട് ക്യ, അതുപോലെ തന്നെ കിസ്കോ, കിസെ എന്നീ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സകർമ്മകമെന്നും ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ അത് അകർമ്മകമാണ്. ഇത്രയും കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്രിയ എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ദി കർമ്മക്രിയ. എന്താണ് ദി കർമ്മക്രിയ എന്ന് നമുക്ക് നോക്കാം. ദോ കർമ്മവും വാലി ക്രിയക്കോ ദി കർമ്മക്രിയ कहते हैं. രണ്ട് കർമ്മങ്ങളുള്ള ക്രിയാശബ്ദത്തെയാണ് ദി കർമ്മക്രിയ എന്ന് പറയുന്നത്. अर्थ की पूर्णता के लिए दो कर्मों की आवश्यकता होती है. അർത്ഥം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് കർമ്മങ്ങളുടെ ആവശ്യം അതിനകത്ത് വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് मैंने बच्चों को कहानी सुनाई. ഞാൻ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ കഥ കേൾപ്പിച്ചു. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ രണ്ട് കർമ്മങ്ങളുണ്ട്, ബച്ചേക്കോ അതുപോലെ തന്നെ കഹാനി. സുനാന എന്ന് പറയുന്നത് ക്രിയയും മൈന എന്ന് പറയുന്നത് കർത്താവുമാണ്. ബച്ചേക്കോ അതുപോലെ തന്നെ കഹാനി എന്ന് പറയുന്നത് രണ്ട് കർമ്മങ്ങളാണ്. അപ്പോൾ ആണ് ധി കർമ്മെന്ന് പറയുന്നത്. ഈ ധി കർമ്മകത്തിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, മുഖ്യ കർമ്മവും ഗൗണ കർമ്മവും. എന്താണ് മുഖ്യ കർമ്മം എന്ന് നമുക്ക് നോക്കാം. जिस कर्म पर क्रिया का फल अधिक पड़ता है उसे मुख्य कर्म कहलाता है. ഏത് കർമ്മത്തിലാണോ ക്രിയയുടെ ഫലം
ഏറ്റവും അധികം ബാധിക്കുന്നത് ഏത് കർമ്മത്തിനെയാണോ അതിനെയാണ് മുഖ്യ കർമ്മം എന്ന് പറയുന്നത്. ये कर्म പദാർത്ഥ ബോധക ഹോത്ത ഹെ. ഈ കർമ്മം പദാർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒന്നായിരിക്കും. ഓർ ക്രിയാക്ക് അധിക നികട ഹോത്ത ഹെ. അതുപോലെ തന്നെ ക്രിയയുമായിട്ട് വളരെ അടുത്തായിട്ടായിരിക്കും. അപ്പം ശ്രദ്ധിക്കുക, മുഖ്യ കർമ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിയയുടെ റിസൾട്ട്, അതായത് ക്രിയ ബാധിക്കുന്നത് ഈ കർമ്മത്തെ ആയിരിക്കും. അതുപോലെ തന്നെ പദാർത്ഥത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. ക്രിയയുടെ വെർബിൻ്റെ ഏറ്റവും അടുത്തായിരിക്കും. ഉദാഹരണമായിട്ട് ജैसे അധ്യാപകനെ ലड़के ഇനാം ദിയ. അധ്യാപകൻ ബോയ്ക്ക്, പയ്യന് ഇനാം സമ്മാനം കൊടുത്തു. ഇസ് വാക്യമേ ഇനാം മുഖ്യ കർമ്മ ഹെ. ഈ വാക്യത്തിൽ ഇനാം എന്ന് പറയുന്നത്, സമ്മാനം എന്ന് പറയുന്നത്, പുരസ്കാരം എന്ന് പറയുന്നത് മുഖ്യകർമ്മവും. ഇപ്പോൾ ഇനാം എന്ന് പറയുന്നത് ഒരു സാധനത്തെ, ഒരു പദാർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണല്ലേ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇത് പദാർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒന്നായിരിക്കും മുഖ്യകർമ്മം. ജോ പദാർത്ഥ ബോധക ഹെ ഓർ ക്രിയാക്കെ നികട് ബി ഹെ. അതുപോലെ തന്നെ ക്രിയയുടെ അടുത്ത് തന്നെയാണ് അല്ലേ. അധ്യാപകനെ ലड़के ഇനാം ദിയ. ഈ ധേന എന്ന് പറയുന്നത് ക്രിയയാണ്. അപ്പോൾ ക്രിയേൻ്റെ തൊട്ടടുത്ത് തന്നെ ഇനാം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ക്രിയയുടെ അടുത്തായിട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗൗണകർമ്മ? ഗൗണകർമ്മ എന്ന് പറഞ്ഞാൽ ജിസ് കർമ്മ പർ ക്രിയ ക ഫൽ കം പടുത്താ ഹെ. ഈ കർമ്മത്തിൽ ക്രിയയുടെ ഫലം, ക്രിയ ചെയ്യുന്നതിൻ്റെ ഫലം വളരെ കുറവാണ് ബാധിക്കുള്ളൂ. ഗൗണകർമ്മ कहलाता है. അതിനെയാണ് ഗൗണകർമ്മം എന്ന് പറയുന്നത്. ഈ കർമ്മ സാധാരണതയ പ്രാണിവാചക होता है. ഇത് പ്രാണിയെ സൂചിപ്പിക്കുന്നു, അതായത് ജീവിയെ സൂചിപ്പിക്കുന്നു. ഓർ ക്രിയാസെ ദൂര, അതുപോലെ തന്നെ ക്രിയയിൽ നിന്ന് വളരെ വിട്ടു നിൽക്കുന്ന ഒന്നായിരിക്കും. ജൈസെ ഉദാഹരണം അധ്യാപകനെ ലड़के ഇനാം ദിയ. അധ്യാപകൻ പയ്യന്, ബോയ്ക്ക് സമ്മാനം കൊടുത്തു. ഇസ് വാക്യമേ ലड़के ഗൗൺ കർമ്മ ഹെ. ഈ ഒരു വാക്യത്തിൽ ലड़के എന്ന് പറയുന്നത് ഗൗൺ കർമ്മമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗൗൺ കർമ്മം എന്ന് പറയുന്നത്. നമുക്ക് ഈ ലड़के എന്ന് പറയുന്നത് ക്രിയയിൽ നിന്ന് ഏറ്റവും ദൂരത്താണ് അല്ലേ. അവിടെ ക്രിയയ്ക്ക് അടുത്തായിട്ടുള്ളത് ഇനാം മാത്രമാണ്. അതുപോലെ തന്നെ പ്രാണി, അത് ജീവനുള്ള ഒരു ഒന്നിനെ സൂചിപ്പിക്കുന്നു. ലड़का എന്ന് പറയുന്നത് ജീവനുള്ള ഒരു പ്രാണിയാണ് അല്ലേ, ഒരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഗൗണകർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദി കർമ്മക്, അതിൻ്റെ ഭേദങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് വ്യുത്പത്തിക്ക് അനുസാർ क्रिया के भेद. व्युत्पत्ति, उद्भवम. व्युत्पत्ति के अनुसार क्रिया के दो भेद हैं, मूल धातु, यौगिक धातु. വ്യുത്പത്തിയെ അടിസ്ഥാനപ്പെടുത്തി ക്രിയയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, മൂലധാതു എന്നും യൗഗിക ധാതു എന്നും. എന്താണ് മൂലധാതു? जो धातु दूसरी धातुओं से स्वतंत्र रहकर प्रयुक्त हो वह मूल धातु कहलाती है. മൂലധാതു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധാതു എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു ക്രിയാശബ്ദം പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ആ ശബ്ദത്തെയാണ്, അല്ലെങ്കിൽ ആ ധ്വനിയെയാണ് മൂലധാതു എന്ന് പറയുന്നത്. ഇപ്പോൾ ആന, ജാന, പഠന എന്ന് പറയുന്നതിൽ നാ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ധാതു, സ്റ്റാർട്ടിങ്ങിലുള്ളത്. അപ്പോൾ മൂലധാതു എന്ന് പറഞ്ഞാൽ ജോ ധാതു ദൂസരി ധാതുവും സെ, മറ്റു ധാതുക്കളുമായിട്ട് സ്വതന്ത്രമായിട്ട് ആണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ മൂലധാതു കൈലാത്തിയ, മറ്റു ധാതുക്കളുമായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല. ജയ്സെ ഉദാഹരണമായിട്ട് ആ, ജ, പട്, ലിക്ക്, ചല് എന്നൊക്കെ പറയുന്നത് മൂലധാതുക്കളാണ്. അതായത് മറ്റ് ധാതുക്കളുമായിട്ട് കൂടിച്ചേർന്നുണ്ടാവുന്നത് ഒന്നുമല്ല, സ്വതന്ത്രമായിട്ട് തന്നെ നിൽക്കുന്ന ധാതുക്കളെയാണ് മൂലധാതു എന്ന് പറയുന്നത്. ഇനി എന്താണ് യൗഗിക ധാതു? ജോ ധാതു അന്യ ധാതുവും സെ നിർമ്മിത ഹോത്തി ഹെ യൗഗിക ധാതു കേലാത്തി ഹെ. പേരിൽ തന്നെയുണ്ട്, യോഗത്തോടു കൂടി യോജിച്ച് അല്ലേ.
മറ്റു ധാതുക്കളുമായിട്ട് നിർമ്മിക്കപ്പെടുന്നതാണ് യൗഗിക ധാതു. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഗ, ദീർഘ ഗ, ധാതുമേ സെ ഗവ. അതുപോലെ തന്നെ ഉഠ്, ധാതുമേ സെ ഉഠ, ഒരു ഉട്വ. ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതായത് മറ്റ് ധാതുക്കളുമായിട്ട് കൂടിച്ചേർന്നുണ്ടാവുന്നതാണ്. കർ, ധാതുമേ സെ കറ, കർവ എന്നൊക്കെ നമ്മൾ ധാതു ഉപയോഗിച്ചിട്ട് മറ്റ് ധാതുക്കളുടെ സഹായത്തോടു കൂടി ഉണ്ടാകുന്നതാണ് യൗഗിക ധാതു. ഇനി നമുക്ക് यौगिक धातु 4 प्रकार की हैं. നമ്മൾ പഠിച്ചു व्युत्पत्ति के अनुसार क्रिया के 2 भेद हैं, मूल धातु, यौगिक धातु. ഇനി യൗഗിക ധാതു 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? പ്രേരണാർത്ഥ ക്രിയ, നാമധാതു ക്രിയ, സംയുക്ത ക്രിയ, അതുപോലെ തന്നെ സഹായക്രിയ. ഇങ്ങനെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രേരണാർത്ഥ ക്രിയ, നാമധാതു ക്രിയ, സംയുക്ത ക്രിയ, സഹായക്രിയ. എന്താണ് प्रेरणार्थ क्रिया? जिस क्रिया के व्यापार में कर्ता कार्य स्वयं न करके केवल करने की प्रेरणा देता है. ഈ പ്രേരണാർത്ഥ ക്രിയ എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വയം ഒന്നും ചെയ്യാതെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. പേര് തന്നെയുണ്ട് പ്രേരണാർത്ഥ ക്രിയ. പ്രേരിപ്പിക്കുന്ന ക്രിയയെയാണ് പ്രേരണാർത്ഥ ക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണം കർവാന, ലിഖ്വാന, പടുവാന. ചെയ്യിപ്പിക്കുക, എഴുതിപ്പിക്കുക, പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നതാണ് പ്രേരണാർത്ഥ ക്രിയകൾ. അപ്പോൾ ഈ ലിക്ക്, പട്, കറ് എന്നൊക്കെ പറയുന്ന ക്രിയാധാതുവിൻ്റെ കൂടെ വാന ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രേരണാർത്ഥ ക്രിയ കിട്ടുമെന്നാണ് നമുക്ക് ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പ്രേരണാർത്ഥ ക്രിയ ബനാനേക്ക് കുച്ച് നിയം ഇസ് പ്രകാർ ഹെ. നമുക്ക് പ്രേരണാർത്ഥ ക്രിയ എങ്ങനെ ആക്കിയെടുക്കാം, ആ കുറച്ച് നിയമങ്ങൾ പഠിക്കാം. सकर्मक धातु के फर्स्ट वन, सकर्मक धातु के दीर्घ स्वर को ह्रस्व करके धातु में ला और लवा जोड़कर क्रमशः दिक्कर्मक क्रिया और प्रेरणार्थ क्रिया बनाई जाती हैं. ഈ സകർമ്മക ധാതുവിൻ്റെ കൂടെ ദീർഘസ്വരത്തിനെ ഹ്രസ്വസ്വരമാക്കി മാറ്റിയാൽ അതിൻ്റെ കൂടെ ല, ലവ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ദിക്കർമ്മ ക്രിയ ഒരു പ്രേരണ ക്രിയ ബനായി ജാത്തി ഹെ. നമുക്ക് ദിക്കർമ്മകത്തെ പ്രേരണാർത്ഥ ക്രിയയാക്കി മാറ്റാൻ സാധിക്കും. ഉദാഹരണമായിട്ട് പീന, കർമ്മം ഉള്ളതിനെയാണ് സകർമ്മക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ പീന എന്ന് പറയുന്നത് സകർമ്മക്രിയയാണ്, അപ്പോൾ മൂലക്രിയയാണ്. അപ്പോൾ അതിനെ നമുക്ക് ദിക്കർമ്മക്രിയ എങ്ങനെയാക്കി മാറ്റാം? ല ചേർത്ത് അല്ലേ, പിലാന. അതുപോലെ തന്നെ പിൽവാന, വാന ചേർത്താൽ, അതായത് ലവ ചേർക്കുക, ധാതുവിൻ്റെ കൂടെ ലായും ലവയും ചേർത്താൽ നമുക്ക് ദിക്കർമ്മക്രിയ അതുപോലെ പ്രേരണാർത്ഥ ക്രിയയും നമുക്ക് ലഭിക്കും. ഇപ്പോൾ പീന എന്ന് പറയുന്നതിൻ്റെ ധാതുവിൻ്റെ കൂടെ നമ്മൾ ല ചേർത്താൽ പിലാന എന്നായി മാറി. അതുപോലെ വാന എന്ന് ചേർത്താൽ പിൽവാന, ഖാന, ഖിലാന എന്നായിട്ട് മാറും ല ചേർത്ത് കഴിഞ്ഞാൽ. അതുപോലെ കിൽവാന, അതുപോലെ ജീന, ന എടുത്തു കഴിഞ്ഞ് നമുക്ക് ല ചേർത്താൽ നമ്മൾ ജിലാന, അതുപോലെ ജിൽവാന. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് സെക്കൻഡ് വൺ, മൂലധാതു में आ और वा जोड़ने से क्रमशः दिक्कर्म तथा प्रेरणार्थ क्रिया बनती है. ഇതിലും മൂലധാതുവിൻ്റെ കൂടെ ആ और वा जोड़ने से, ആ ദീർഘ ആയും അതുപോലെ വായും ദീർഘവായും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ദിക്കർമ്മക ക്രിയയും അതുപോലെ പ്രേരണാർത്ഥ ക്രിയയും ഉണ്ടാകും. ഇപ്പോൾ പഠന, പഠാന കണ്ടില്ലേ? പട് എന്ന് പറയുന്ന ധാതുവിൻ്റെ കൂടെ നമ്മൾ ന ചേർത്തപ്പോൾ പഠന, പഠിക്കുക. ആ ധാതുവിൻ്റെ കൂടെ നമ്മൾ ആ ചേർത്താൽ പഠാന. പട് എന്ന് പറയുന്നതിൻ്റെ കൂടെ ദീർഘ ആ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടി? പഠാന. അതുപോലെ പടുവാന, വാ ചേർത്താൽ പടുവാനയായി. അതുപോലെ ചലന, ചലാന, ചൽവാന, സുന്ന, സുനാന, സുനുവാന. അപ്പോൾ നമ്മൾ ധാതുവിൻ്റെ കൂടെയാണ് ചേർക്കുമ്പോഴുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. इनी मूന്നാമത്തത്, 3 अक्षर वाली कुछ अकर्मक धातुओं के दूसरे अक्षर को दीर्घ करके सकर्मक क्रिया तथा तृतीय वर्ण के आगे वाना जोड़ने से प्रेरणा क्रिया बनती है.
അതായത് 3 അക്ഷരങ്ങളുള്ള ചില അകർമ്മക് കർമ്മമില്ലാത്ത ധാതുക്കളുടെ രണ്ടാമത്തെ അക്ഷരത്തെ ദീർഘമാക്കി माटी അതുപോലെ സകർമ്മ ക്രിയ തൃതീയ വർണ്ണയ്ക്ക് ആകെ വാന जोड़ने से വാന ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രേരണാർത്ഥ ക്രിയ ലഭിക്കുമെന്നാണ് പറയുന്നത്. നോക്കാം, ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അകർമ്മ ക്രിയ ഇല്ലാത്തതാണ് ചംക്ന. ചംക്ന എന്ന് പറയുന്നത് തിളങ്ങുക. സകർമ്മ ക്രിയ എന്ന് പറയുന്നത് ചംക്കാന. പ്രേരണാക്രിയ എന്ന് പറഞ്ഞാൽ ചമക്കുവാന. കണ്ടില്ലേ, ആന ചേർത്താൽ മതി. ഇപ്പോൾ തടപ്ന എന്ന് പറയുന്ന അകർമ്മ ക്രിയേൻ്റെ കൂടെ നമ്മൾ ആക്കി മാറ്റിയാൽ തടപ്പാന, അതുപോലെ തടുപ്പുവാന, വാന ചേർത്താൽ നമുക്ക് തടുപ്പുവാന കിട്ടി. അതുപോലെ നിക്കൽന, നിക്കാൽന, കണ്ടില്ലേ, ധാതുവിൻ്റെ കൂടെ ആ ചേർത്താൽ നമുക്ക് നിക്കാൽനയായി മാറും. അതുപോലെ വാന ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നിക്കൽ വാന. അതുപോലെ നാലാമത്തത് നിയമം, कुछ अकर्मक धातुओं के प्रथम अक्षर को दीर्घ करके सकर्मक तथा मूल धातुओं में वा जोड़कर प्रेरणार्थ क्रिया बनाई जाती है. ചില കർമ്മമില്ലാത്ത അകർമ്മ ധാതുവിൻ്റെ കൂടെ നമ്മൾ പ്രഥമ അക്ഷരക്കോ ആദ്യത്തെ അക്ഷരത്തെ നമ്മൾ ദീർഘം ആക്കി മാറ്റി, അതുപോലെ സകർമ്മക്കും മൂലധാതുവുമേ വാ ജോഡനേസ് വാ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രേരണാർത്ഥ ക്രിയ ലഭിക്കും. ഇപ്പോൾ ലൂട്ട്ന എന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മൾ ലുട്ട്ന, അതുപോലെ ലുട്ടുവാന, അതുപോലെ മർണ, മാർണ, മറുവാന, കട്ട്ണ, കാട്ട്ണ, കട്ടുവാന, മുറിക്കുക, മുറിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇനി അഞ്ചാമത്തെ നിയമം, कुछ अकर्मक धातुओं से सकर्मक तथा प्रेरणार्थ क्रिया बनाने के नियम निश्चित नहीं है. जैसे അതായത് കുച്ച് അകർമ്മക ധാതുവോൻസെ ചില കർമ്മമില്ലാത്ത ധാതുക്കളോട് സകർമ്മ തഥാ പ്രേരണ ക്രിയ ബനാനയ്ക്ക് നിയമം നിശ്ചിത നഹി ഹെ. ആ നിയമം നിശ്ചിതമല്ല, അത്ര ഉറപ്പില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡൂബന, അതൊക്കെ ഡുബോന, ഡുബുവാന, ടൂട്ടന എന്ന് പറയുന്നത് നമുക്ക് വായോ ആയോ ചേർത്താൽ കിട്ടുന്നതല്ല. അത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണത്. അതിലും വ്യത്യസ്തമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഡൂബന എന്ന് പറയുന്നത് ഡുബോന, ഡുബുവാന, ടൂട്ടന എന്ന് പറയുന്നത് തോടന, തുടുവാന എന്നായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അകർമ്മകത്തെ സകർമ്മകാക്കി മാറ്റുമ്പോൾ, അതുപോലെ സകർമ്മക ക്രിയയെ പ്രേരണാർത്ഥ ക്രിയയായിട്ട് മാറ്റുമ്പോഴൊക്കെ ചില വ്യത്യസ്ത മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫട്ന എന്ന് പറഞ്ഞാൽ ഫാഡിന ആയിട്ട് മാറും, ഫടുവാന. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നാമധാതു ക്രിയ. क्रिया के अतिरिक्त अन्य शब्दों से प्रत्यय जोड़कर जो क्रिया बनाई जाती है उसे नामधातु क्रिया कहते हैं. അതായത് ക്രിയ കൂടാതെ മറ്റ് ശബ്ദങ്ങളിൽ പ്രത്യയങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്രിയയെയാണ് നാമധാതു ക്രിയ എന്ന് പറയുന്നത്. ക്രിയ കൂടാതെ മറ്റ് ശബ്ദങ്ങളിൽ പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്രിയാശബ്ദത്തെയാണ് നാമധാതു ക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ രംഗ് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ ന ചേർത്ത് കഴിഞ്ഞാൽ രംഗ്ന, ഹാത്ത്, ഹത്തിയാന, അപ്ന, അപ്നാന, സ്വീകാർ, സ്വീകാർന, ദുഃഖ്, ദുഃഖാന, ഷർമ്, ഷർമാന. ഇതിനെയാണ് നാമധാതു ക്രിയ എന്ന് പറയുന്നത്. മറ്റ് ശബ്ദങ്ങൾ, അതായത് മറ്റ് പ്രത്യയങ്ങൾ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ശബ്ദമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ രംഗ് എന്ന് പറയുന്നതിൻ്റെ കൂടെ ന ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ന എന്ന് പറയുന്നത് പ്രത്യയമാണ്, അത് ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് രംഗ്ന എന്ന് കിട്ടി. അതുപോലെ ഹാത്ത് ന ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഹാത്ന എന്ന ശബ്ദമില്ല, അതുകൊണ്ടാണ് ഹത്തിയാന എന്നായിട്ട് മാറിയത്. അതുപോലെ അപ്നാന, സ്വീകാർ, സ്വീകാർന, ദുഃഖ്, ദുഃഖാന, ഷർമ്, ഷർമാന. അടുത്തത് രണ്ടാമത്തതാണ്
യൗകിക് ധാതു 4 പ്രകാർ കി ഹേ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് നമ്മളിപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പ്രേരണാർത്ഥ ക്രിയയും നാമധാതു ക്രിയയും. ഇനി മൂന്നാമത്തതാണ് സംയുക്ത ക്രിയ. दो या दो से अधिक धातुओं से मिलकर बनाने वाली क्रियाएं संयुक्त क्रिया कहलाती हैं. രണ്ടോ അതിലധികമോ ധാതുക്കൾ ചേർന്നുണ്ടാകുന്ന ക്രിയകളെയാണ് സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. കാജാന, ചില്ലൗട്ട്ന, കഹ്ദേന ആദി ഇതിന് ഉദാഹരണങ്ങളാണ്. അതായത് രണ്ടോ അതിലധികമോ ധാതുക്കൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ക്രിയയാണ് സംയുക്ത ക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ക എന്ന് പറയുന്ന അതൊരു ക്രിയയാണ്, ജാന എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്, അല്ലെ ധാതുവാണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ആ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടായിരിക്കുന്നത്. ചില്ലാന, ഉട്ടിന 2 ധാതുക്കളാണ്. അതുപോലെ കഹ്ദേന, കഹ്ന, ദേന 2 ധാതുക്കളാണ്. സംയുക്ത ക്രിയയ്ക്ക് മുഖ്യ ഭേദ നിമ്നലിഖിത ഹെ. ഈ സംയുക്ത ക്രിയയും അതിൻ്റെ ഭേദങ്ങളുമുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരംഭ ബോധക്, സമാപ്തി ബോധക്, ശക്തി ബോധക്, നിശ്ചയ ബോധക്, അവകാശ ബോധക്, അനുമതി ബോധക്, നിത്യതാ ബോധക്, ആവശ്യകതാ ബോധക്, ഇച്ഛാ ബോധക്, അഭ്യാസ് ബോധക്, പുനരുക്ത് സംയുക്ത ക്രിയ. ഇങ്ങനെ 11 ഭേദങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് ഏകദേശം എക്സാമിനൊക്കെ ഇതൊക്കെ ചോദിക്കാൻ വളരെ കുറവാണ്, ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ജസ്റ്റ് ഒന്ന് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. आरंभ बोधक എന്ന് പറഞ്ഞാൽ जिस संयुक्त क्रिया से क्रिया के आरंभ होने का बोध होता है उसे आरंभ बोधक संयुक्त क्रिया कहते हैं. ക്രിയ ആരംഭിക്കുന്നുണ്ടെന്ന് നമുക്ക് സൂചന തരുന്ന സംയുക്ത ക്രിയനെയാണ് ആരംഭബോധം എന്ന് പറയുന്നത്. പേര് തന്നെയുണ്ട്, ആരംഭിക്കുന്നുണ്ടെന്ന് സൂചന തരുന്നു. ഉദാഹരണം, വ റോനെ ലഗ, അവൻ കരയാൻ തുടങ്ങി. ലഡ്ക്കി നാച്ചിനെ ലഗി, കണ്ടില്ലേ, നൃത്തം ചെയ്യാൻ തുടങ്ങി, ആരംഭിക്കാൻ പോവുകയാണ്, നൃത്തം ചെയ്യാൻ പോവുകയാണ്. അതുപോലെ കരയാൻ പോവുകയാണ്, ആരംഭിക്കുന്നുണ്ടെന്ന് നമുക്ക് സൂചന തരുന്നുണ്ട്. അപ്പോൾ ആ ക്രിയയാണ് ആരംഭബോധക ക്രിയ എന്ന് പറയുന്നത്. അതുപോലെ സമാപ്തി ബോധം, ജിസ് ക്രിയ സെ മുഖ്യ ക്രിയയ്ക്ക് സമാപ്തി ക ബോധ ഹോ ഉസെ സമാപ്തി ബോധക. സമാപിക്കുന്നുണ്ടെന്ന് നമുക്ക് സൂചന തരുന്നതിനെയാണ് സമാപ്തി ബോധം എന്ന് പറയുന്നത്. धातु के आगे चुकना जोड़ने से समाप्ति बोध क्रिया बनती है. നമ്മൾ ധാതുവിൻ്റെ കൂടെ ചുക്കന എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കും. മേ കാ ചുക്ക, മേ ഗാ ചുക്ക, മേ ജാ ചുക്ക, ഇതൊക്കെ നമുക്ക് സമാപ്തി ബോധകമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ കഴിച്ചു കഴിഞ്ഞു, ലഡ്ക്കെ ഖേൽ ചുക്കെ, കളിച്ചു കഴിഞ്ഞു, കണ്ടില്ലേ. അപ്പോൾ ഇതിനെയാണ് സമാപ്തി ബോധം എന്ന് പറയുന്നത്. ഇനി ശക്തി ബോധം, ഇസ്സെ കാര്യ കർണേക്ക് ശക്തി കാ ബോധ ഹോത്താ ഹൈ. ഇത് പ്രവൃത്തി ചെയ്യുന്നതിനായിട്ടുള്ള ശക്തിയെ സൂചിപ്പിക്കുന്നു. ധാതുക്കെ ആകെ സക്ന जोड़ने से ശക്തി ബോധ ക്രിയ बनती है. ധാതുവിൻ്റെ കൂടെ സക്ന ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കും. ഉദാഹരണമായിട്ട് मैं तैर सकता हूँ, എനിക്ക് നീന്താൻ സാധിക്കും. ശക്തിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. ലഡ്ക്കിയാം നാച്ച് ശക്തി, പെൺകുട്ടികൾക്ക് നൃത്തം ചെയ്യാൻ സാധിക്കും. പെൺകുട്ടികളുടെ ആ ശക്തിയെ, ആ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രിയയാണ് ശക്തിബോധം എന്ന് പറയുന്നത്, ശക്തിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ നിശ്ചയബോധം, ജിസ് ക്രിയ സെ കിസി കാര്യക്ക് നിശ്ചിത രൂപ സെ കർണേ യാ ഹോനെ കാ ബോധം, അതായത് എന്തായാലും സംഭവിക്കുമെന്ന് ഉറപ്പ് തരുന്നതിനെയാണ് നിശ്ചയബോധം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വേ ബോൽ വിട്ട്, അവൻ പറയാൻ തുടങ്ങി. ലടിക്കാൻ ചില്ല വിട്ടി, പെൺകുട്ടികൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. ബച്ച ഗിർപ്പട, കുട്ടി വീണു, ഉറപ്പാണ്, ഉറപ്പിനെ സൂചിപ്പിക്കുന്നത്. തന്നെയാണ് നിശ്ചയബോധം എന്ന് പറയുന്നത്. അവകാശബോധം എന്ന് പറഞ്ഞാൽ ജിസ്സെ ക്രിയക്കോ നിഷ്പന്ന കർണേക്കിലെ അവകാശ ബോധ ഹോ, നിഷ്പന്നമാക്കാൻ, ക്രിയയെ നിഷ്പന്നമാക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. വ മുഷ്കിൽ സെ പഠനെ പായ, അത് അവൻ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവന് പഠിക്കാൻ പറ്റിയത്. ബച്ച ചലനെ നഹി പായ, കുട്ടിക്ക് നടക്കാൻ സാധിച്ചില്ല. അത് പ്രവൃത്തിയെ നിഷ്പന്നമാക്കി,
ചില ബുദ്ധിമുട്ട് അത് ക്രിയയ്ക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് സൂചന തരുന്നതിനെയാണ് അവകാശബോധം എന്ന് പറയുന്നത്. അതുപോലെ അനുമതി ബോധം, जिससे कार्य करने की अनुमति दिए जाने का बोध हो उसे अनुमति बोध क्रिया कहते हैं. ഇതിലൂടെ ഏതെങ്കിലും പ്രവൃത്തിക്ക് അനുമതി കൊടുക്കുന്നതായിട്ട് നമുക്ക് സൂചന ലഭിക്കും. ജैसे मुझे पढ़ने दो, എനിക്ക് എന്നെ പഠിക്കാൻ വിടൂ അല്ലേ, ഒരു അനുവാദം ചോദിക്കുന്നത് പോലെയാണ്. അധ്യാപന ബച്ചക്കോ കേൾനെ ദിയ, അധ്യാപകൻ കുട്ടികളെ കളിക്കാൻ വിട്ടു എന്ന് പറയുന്നത് അല്ലേ, ഒരു അനുവാദം കൊടുത്ത പോലെയാണ്. അപ്പോൾ ഈ അനുവാദം കൊടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നതിനെയാണ് അനുമതി ബോധം എന്ന് പറയുന്നത്. നിത്യതാ ബോധക്, ജിസ്സെ കാര്യക്ക് നിത്യത ഉസ്കെ ബന്ധ നാ ഹോനെ കാ ഭാവ പ്രകട ഹോ, അതായത് ഇത് പ്രവൃത്തി ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് നിത്യതാ ബോധക്. ഇപ്പോൾ ജैसे ഹവാ ചലരെ, കാറ്റടിക്കുന്നു അല്ല, ഒരിക്കലും നിൽക്കുന്നില്ല. ദുവാ ഉടുത്താ രഹ, പൊടി പുക ഉയരുന്നു. ധൂൽ ഉടുത്താ രഹ എന്ന് പറഞ്ഞാൽ പൊടി ഉയരുന്നു. ബच्चे ബോൾത്തെ ഗയെ, കുട്ടികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുന്നതാണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല, നിൽക്കുന്നില്ല. അപ്പോൾ അതിനെയാണ് നിത്യതാ ബോധം. आवश्यकता बोधक, जिससे कार्य की आवश्यकता या कर्तव्य का बोध हो उसे आवश्यकता बोध क्रिया कहते हैं. ഈ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഈ ക്രിയയിലൂടെ നമുക്ക് സൂചന ലഭിക്കുന്നത് അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ കർത്തവ്യത്വമാണ്. मुख्य क्रिया के साथ पढ़ना होने या चाहिए जोड़ने से आवश्यकता बोध क्रिया बनती है. മുഖ്യ ക്രിയേൻ്റെ കൂടെ പഠന, അതുപോലെ തന്നെ ഹോനെ, അതുപോലെ ചാഹിയെ എന്നിവ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കും. ഉദാഹരണമായിട്ട് മുझे ഭാഷൺ ദേനെ പട, എനിക്ക് പ്രസംഗിക്കേണ്ടതായിട്ട് എനിക്ക് വന്നു അല്ല, ജറൂറത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഹംകോ ഹിന്ദി പഠിനി ചാഹിയെ, നമുക്ക് ഹിന്ദി പഠിക്കണം, ജറൂറത്ത് അല്ലേ, ആവശ്യത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. മുझे കൽ മുംബൈ ജാനാ ഹെ, എനിക്ക് നാളെ മുംബൈ പോകണം, അതും ആവശ്യത്തിനെ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇച്ഛാബോധം, इससे क्रिया के करने की इच्छा प्रकट करती है. प्रवृत्ति ചെയ്യുന്നതിൻ്റെ ആഗ്രഹത്തെ ആണ് അത് പ്രകടമാക്കുന്നത്. क्रिया के साधारण रूप में चाहना क्रिया जोड़ने से इच्छाबोध संयुक्त क्रिया बनती है. അതായത് ധാതുവിൻ്റെ കൂടെ ചാഹന എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കും. ആഗ്രഹിക്കുക, मैं पढ़ना चाहता, ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ലड़के खेलना चाहते हैं, ബോയ്സ് കളിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ. അപ്പം ആഗ്രഹിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സംയുക്ത ക്രിയയാണ് ഇച്ഛാബോധം. ഇനി അഭ്യാസബോധം, ഇസ് ക്രിയയ്ക്ക് കർണയ്ക്ക് അഭ്യാസക ബോധം होता है. ഇത് പ്രവൃത്തി ചെയ്യുന്നുണ്ടതിൻ്റെ പ്രാക്ടീസിനെയാണ് സൂചിപ്പിക്കുന്നത്. സാമാന്യ ഭൂതകാൽ की क्रिया में करना क्रिया लगाने से अभ्यासबोध संयुक्त क्रिया बनती है. അതായത് സാമാന്യ ഭൂതകാലത്തിൻ്റെ കൂടെ അതിൻ്റെ ക്രിയേൻ്റെ കൂടെ കർണ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, അഭ്യാസബോധം. ജैसे वो पढ़ा करता है, बच्चे रोया करते हैं, लड़की जाया करते हैं എന്നൊക്കെ പറയുന്നതാണ് അഭ്യാസബോധം. അടുത്തത് പുനരുक्त संयुक्त क्रिया. जब दो समानार्थक या समान ध्वनि वाली क्रियाओं का संयोग होता है तब उन्हें पुनरुक्त संयुक्त क्रिया कहते हैं. എപ്പോഴാണോ രണ്ട് ഒരേപോലെയുള്ള അർത്ഥം തരുന്നതും അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ധ്വനി ക്രിയകളുടെ കൂടിച്ചേരൽ മായിട്ടുള്ള ക്രിയയാണ് പുനരുक्त ക്രിയ സംയുक्त ക്രിയ എന്ന് പറയുന്നത്. പുനരാവൃത്തി, ആവർത്തിച്ച് വരിക. ജैसे वह अपने पड़ोसियों से मिलता जुलता रहता है അല്ലേ, മിൽന ജുൽന, മിൽത്ത ജുൽന രണ്ടും ഒരുമിച്ച് വരുന്നുണ്ട്. സമാൻ ധ്വനിവാലി, ഒരു അർത്ഥം വരുന്ന, അപ്പം അങ്ങനെ വരുന്നതിനെയാണ് പുനരുक्त संयुक्त क्रिया എന്ന് പറയുന്നത്. രാം ജംഗൽ മേ ഘൂംതാ ഫിർത്താ രഹ, രാമൻ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേ ഇരുന്നു. അതുപോലെ അയൽവാസിയുമായിട്ട് വളരെ അടുപ്പത്തിൽ ആണ് നിൽക്കുന്നത്.
पड़ोसियों से मिलता जुलता रहता है. എന്നാൽ വളരെ അവരുടെ കോണ്ടാക്റ്റ് വളരെ അടുപ്പത്തിലുള്ള കോണ്ടാക്റ്റാണ് അയൽവാസിയുമായിട്ട്. അതിനെയാണ് സൂചിപ്പിക്കുന്നത് മിൽത്ത ജുൽന. അതുപോലെ ഗൂംന ഫിർന എന്ന് പറഞ്ഞാൽ കറങ്ങുക എന്നുള്ള മീനിങ്. രണ്ട് അല്ലേ ശബ്ദങ്ങളുണ്ടെങ്കിലും ഒരേ അർത്ഥം തരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് പുനരുക്ത ഷംത്ത് ക്രിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് സഹായക്രിയ, നാലാമത്തെ ഭേദമാണ് അല്ലേ. ഈ യൗഗി ധാതു 4 प्रकार की है. प्रणर्थ क्रिया, नामधातु क्रिया, संयुक्त क्रिया. ഇനി നാലാമത്തതാണ് സഹായക്രിയ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭേദങ്ങളുള്ളത് സംയുക്ത ക്രിയയ്ക്കാണ് അല്ലേ. 11 ഭേദങ്ങളുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഭേദങ്ങൾ എത്ര ഉണ്ടെന്ന് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പേര് തന്നെയുണ്ട് അതിൻ്റെ മീനിങ്. ഇനി എന്താണ് സഹായക്രിയ? मुख्य क्रिया के रूप को पूरा करने वाली क्रियाएं सहायक क्रिया कहलाती है. അതായത് മുഖ്യ ക്രിയാരൂപത്തെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ക്രിയകളെയാണ് സഹായക്രിയ. സഹായിക്കുന്ന പേര് തന്നെയുണ്ട്. സഹായിക്കുന്ന ക്രിയനെയാണ് സഹായക്രിയ എന്ന് പറയുന്നത്. മുഖ്യ ക്രിയയെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ക്രിയ. കബി एक क्रिया और कभी एक से अधिक क्रियाएं सहाय होती है. ഇടയ്ക്ക് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ക്രിയ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടാവും. ഉദാഹരണമായിട്ട് വ ജാത്ത ഹെ, മൈനെ പടാത്ത, വെ സോച്ച് രഹേ തെ, അവൻ പോകുന്നു, ഞാൻ പഠിച്ചിരുന്നു. വെ സോച്ച് രഹേ തെ, അവൻ ചിന്തിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്താണ്? സഹായക്രിയകളാണ്. संयुक्त क्रियाओं में दूसरी क्रियाएं सकना, चुकना, लगना, पाना, देना, लेना, उठना, बैठना, ढालना आदि भी सहायक क्रिया होती है. ഈ പറഞ്ഞതൊക്കെ സഹായക്രിയകളാണ്. ഹിന്ദി में सहायक क्रियाओं का व्यापक प्रयोग होता है. ഹിന്ദിയിൽ സഹായക്രിയകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഹെയർ ഫെയർ സെ ക്രിയ का अर्थ भी बदल जाते हैं. ഈ ഉപയോഗം കൊണ്ട് അതിൻ്റെ അർത്ഥത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ വഹ് ജാത്ത മൈനെ പടാത്ത വ സോച്ച് രഹത്തെ എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ ജാന എന്ന് പറയുന്ന ക്രിയ അതിനെ സഹായിക്കാനാണ് അവിടെ ഹേ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മൈനെ പടാത്ത വ സോച്ച് രഹത്തെ, അപ്പോൾ രഹത്തെ ത എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് എന്താണ്? അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ക്രിയയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ സക്ന, ചുക്ന, ലഗ്ന, പാന, ധേന, ലേന എന്നൊക്കെ പറയുന്നത് എന്താണ്? സഹായക ക്രിയകളാണ്. അതായത് ഒരു മുഖ്യ ക്രിയയെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ക്രിയകളെയാണ് സഹായക്രിയ എന്ന്. വ ജ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുന്നില്ല. ജ താഹെ അല്ലേ, താഹെ കൊടുത്തപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയത്. അതുപോലെ മൈനെ പട് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആവില്ല. മൈനെ പട അപ്പോൾ എല്ലാവർക്കും ഇന്നെന്താണ് ക്രിയ, എന്താണ് ധാതു, എന്താണ് സകർമ്മക്രിയ, അകർമ്മക്രിയ, അതുപോലെ ഒരു വാക്യത്തിൽ കർത്താവ് എന്താണ്, കർമ്മം എന്താണ്, ക്രിയ എന്താണ്, കർമ്മ 2 കർമ്മമുള്ള ക്രിയ എന്താണ്, അതിൻ്റെ ഭേദങ്ങൾ മുഖ്യ കർമ്മ, ഗൗണ കർമ്മ, അതുപോലെ വ്യുത്പത്തിക്ക് അനുസാർ 2 भेद, मूलधातु, यौगिक धातु, यौगिक धातु के 4 भेद, प्रेरणा क्रिया, नामधातु क्रिया, संयुक्त क्रिया, सहायक क्रिया ക്ലാസ്സിൽ പഠിച്ചു. എല്ലാവർക്കും നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. ധന്യവാദം.